നീ അങ്ങോട്ട് നോക്കി. മദ്യപിച്ച് വാഹനമോടിച്ചാൽ പിഴ, ഹെൽമറ്റ് വെച്ചില്ലെങ്കിൽ പിഴ, രണ്ടിലധികം പേരുണ്ടായാൽ പിഴ, ക്യാമറയിൽ പെട്ടാൽ പിഴ. ഇതെന്തൊരു നാടാ വിവരദോഷികള്. ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത പിഴകളുടെ കൂട്ടത്തിലേക്ക് പുതിയൊരെണ്ണം കൂടി വരികയാണ്. ഇരുചക്ര വാഹനത്തിൽ പിന്നിലിരിക്കുന്നയാൾ സംസാരിച്ചാൽ പിഴ എന്നതാണ് നമ്മുടെ മോട്ടോർ വാഹന വകുപ്പിന്റെ പുതിയ തന്ത്രം. തീരുമ്പ പണി തരാൻ ഞാൻ എന്താ കുപ്പിന്ന് വന്ന ഭൂത? ഭർത്താവും ഭാര്യയും, കാമുകനും കാമുകയും, അച്ഛനും മക്കളും, സുഹൃത്തുക്കളും, ആരുമായിക്കോട്ടെ ആരായിരുന്നാലും ശരിയായി ഇവ കേൾക്കൂല. ഓഹോ, ഇവനെ ഞാൻ കേൾപ്പിക്കും. ഓ എന്ന രക്ഷപ്പെട്ട്. ഇരുചക്ര വാഹനത്തിലാണെങ്കിൽ മിണ്ടാതെ പൊക്കോണം. പിന്നിലിരുന്ന് സംസാരിച്ചാൽ ഡ്രൈവറുടെ ശ്രദ്ധ മാറ്റി എന്ന കുറ്റം ചുമത്തി പിഴ ഈടാക്കാനാണ് ആലോചന. കഷ്ടം. കേട്ടവരെല്ലാം മൂക്കത്ത് വിരൽ വെച്ചു. സംസാരിക്കുന്നിടത്ത് നമ്മളിങ്ങനെ തിരിഞ്ഞു നോക്കി സംസാരിച്ചാലല്ലേ കുഴപ്പമുള്ളൂ. അല്ലാതെ കുഴപ്പമൊന്നുമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പിഴ കൊണ്ടുവരേണ്ട കാര്യമില്ല. ഇല്ല, ആവശ്യമില്ല. അതെ, ആഷ്പുഷ് ഡയലോഗ് എന്ന് പറഞ്ഞ വരട്ടാൻ നോക്കണ്ട. ഇല്ല, ആവശ്യമില്ലേറെ ഉണ്ടല്ലോ ഇപ്പൊ പിഴകൾ. അതും ചെറിയ രീതിയിലൊക്കെ സംസാരിക്കാം, അതിന് ഫൈൻ ആവശ്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. വണ്ടി ഓടിക്കുമ്പോൾ അതിൽ മാത്രം ശ്രദ്ധിക്കുന്നതാണ് കൂടുതൽ നല്ലത്. യാത്രക്കാർ മാത്രമല്ല, ജോയിന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷൻ അയച്ച സർക്കുലർ കണ്ട മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും ചിരിക്കണോ കരയണോ എന്നറിയാതെ നിൽക്കുകയാണ്. പല സൈസ് വട്ടും കണ്ടിട്ടുണ്ട്, ഇതുപോലെ കുഴപ്പം പിടിച്ചൊരു വട്ട് ഞാൻ ആദ്യമായിട്ട് കാണുക. വണ്ടിയുടെ പിന്നിലിരുന്ന് സംസാരിക്കുന്നവരെ പിടിക്കാൻ തുടങ്ങിയാൽ റോഡിലിറങ്ങുന്ന എല്ലാവരെയും പിടിക്കേണ്ടി വരും. നല്ല കളക്ഷൻ ആണല്ലോ. മാസാവസാനായിരിക്കും അല്ലേ? അത് പിന്നെ പിള്ളേരുടെ ഫീസ്, ഗ്യാസ്, മൊബൈലിന്റെ ബില്ല്, പീടികയിലെ പറ്റ്, ശമ്പളം കൊണ്ട് വല്ലതും ആവോ? കാറിനും ഓട്ടോയ്ക്കും ബാധകമാകാത്ത നിയമം ഇരുചക്ര വാഹനത്തിന് മാത്രമായി എങ്ങനെ നടപ്പാക്കുമെന്ന നിയമപ്രശ്നം വേറെയും. ഇതിലൊന്നും വ്യക്തതയില്ലാത്തതിനാൽ ഉദ്യോഗസ്ഥരാരും അനങ്ങിയിട്ടില്ല. ഇവനെ സൂക്ഷിക്കണം. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി. ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് എന്നാൽ പിഴ ഈടാക്കാനുള്ള ഉത്തരവല്ലെന്നാണ് ഔദ്യോഗിക വിശദീകരണം. അല്ല പിന്നെ കളി അയ്യപ്പൻ പിള്ളയോടാ. ഇരുചക്ര വാഹനത്തിന് പിന്നിലിരുന്ന് സംസാരിക്കുന്നത് അപകട കാരണമാകുന്നതായി കാണിച്ച് പരാതി ലഭിച്ചപ്പോൾ പരിശോധിച്ച് നടപടിയെടുക്കാനുള്ള സ്വാഭാവിക നിർദ്ദേശമാണ് നൽകിയത്. ഇവരെങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. തുടർ നടപടി പിന്നീട് തീരുമാനിക്കുമെന്നും പറഞ്ഞ് തടിതപ്പുകയാണ് സർക്കുലർ ഇറക്കിയവർ. തുമ്മിക്കോ, നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. ഞാൻ പോകുന്നു. ബൈ ബൈ.